ഓം നമോ നാരായണായ. ചെറ്റച്ചൽ മേലാങ്കോട് ദേവീക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിൽ കൊല്ലവർഷം 1199 ആണ്ട് കർക്കിടക മാസം 19 തീയതി, ഇംഗ്ലീഷ് വർഷം 2024 ഓഗസ്റ്റ് മാസം 3 തീയതി രാവിലെ 4 മണി മുതൽ ചെറ്റച്ചൽ സൂര്യകാന്തി കടവിൽ കർക്കിടക വാവ് ബലിതർപ്പണവും തിലഹവനവും നടത്തുന്നു. എന്താണ് തിലഹവനം? എന്തിനു വേണ്ടിയാണ് ഈ തിലഹവനം നടത്തുന്നത്? തിലം എന്ന് പറയുന്നത് എള്ളാണ്. എള്ളുപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രധാന ഹോമമാണ് തിലഹവനം. പിതൃമോക്ഷത്തിനും പിതൃപ്രീതിക്കും പ്രേതമുക്തിക്കും വേണ്ടിയാണ് തിലഹവനം നടത്തുന്നത്. എള്ള് പാപത്തെ ശമിപ്പിക്കുന്നതിനും മോക്ഷത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ധാന്യമാണ് എള്ള്. ഓരോ ധാന്യത്തിലും ഓരോ ദേവസാന്നിധ്യം ഉണ്ടാകുന്നു. യമദേവനാണ് എള്ളിലുള്ളത്, എള്ളിൻ്റെ സാന്നിധ്യത്തിലുള്ളത്. യമൻ്റെ സഹോദരനാണ് ശനീശ്വരൻ. യമൻ്റെയും ശനീശ്വരൻ്റെയും അച്ഛനാണ് സൂര്യദേവൻ. അതുകൊണ്ട് തന്നെ ശനി കർമ്മങ്ങൾക്ക്, ശനി നിവാരണത്തിന് എള്ള് ഉപയോഗിക്കാറുണ്ട്. എള്ള് കിഴി കത്തിക്കുക, എള്ളു പായസം നടത്തുക, നീരാഞ്ജനം, ഇതിലൊക്കെ എള്ള് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ തിലഹവനത്തിനും എള്ളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. തിലഹവനത്തിൽ പൂജിക്കുന്ന ദേവൻ മഹാവിഷ്ണുവാണ്. വിധിപ്രകാരം ഹോമകുണ്ഡമുണ്ടാക്കി ഇടത് ഗുരുവിനും വലതു ഭാഗത്ത് ഗണപതിക്കും വിളക്കൊരുക്കി നിവേദ്യാദികളെല്ലാം നടത്തി അഗ്നികുണ്ഡത്തിൽ ഹോമ സംസ്കാരങ്ങളും അഗ്നി അലങ്കാരങ്ങളും നടത്തി മഹാവിഷ്ണുവിനെ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് എള്ളു ഹോമിക്കുന്ന ഒരു ചടങ്ങ്. ഗായത്രി എന്ന് പറയുന്നത് തന്നെ വേദങ്ങളുടെ മാതാവും മന്ത്രങ്ങളുടെ രാജാവുമാണ്. സൂര്യനെ പ്രകീർത്തിക്കുന്ന ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നിടത്ത് പാപങ്ങൾ അകലും, മോക്ഷങ്ങൾ ഉണ്ടാവും. അതിനാലാണ് പിതൃപ്രീതികരമായിട്ട് നമ്മൾ തിലഹവനം നടത്താറ്. സൂര്യൻ കർമ്മസാക്ഷിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൂര്യദേവൻ നേരിട്ട് കാണുന്നുണ്ട്. ഈ കർമ്മസാക്ഷിയായ സൂര്യദേവനെ സ്തുതിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. കൂടാതെ തിലഹവനത്തിന് അഷ്ടാക്ഷരി മന്ത്രം ജപിച്ച് ചെയ്യാറുണ്ട്. ഓം നമോ നാരായണായ. സുദർശന മന്ത്രം ഉപയോഗിക്കാറുണ്ട്. ഓം സഹസ്രാരഹോം ഫൾ. ഗീതാ തൃഷ്ടുപ്പ്. കൂടാതെ പ്രേതമുക്തിക്ക് വേണ്ടി അനാദി മന്ത്രവും ജപിച്ച് തിലഹവനം നടത്താറുണ്ട്. അനാദിനോ ദേവ ശംഖ് ചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷോ പിതൃമോക്ഷ പ്രദോത്ഭവ. ഇങ്ങനെ വിവിധങ്ങളായ മന്ത്രങ്ങൾ ജപിച്ച് ഈ തിലഹവനം ചെറ്റച്ചൽ സൂര്യകാന്തി കടവിൽ വിധിപ്രകാരം ചെയ്യുന്നുണ്ട്. പിതൃമോക്ഷത്തിനായി എല്ലാവരും അതിൽ പങ്കെടുത്ത് പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി മേലാങ്കോട്ട് അമ്മയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു.